ഹായ് പ്ലസ് വൺ മക്കളെ, സോറി ഫ്യൂച്ചർ പ്ലസ് ടു മക്കളെ. അതെ, നാളെ നിങ്ങൾ സ്കൂളിൽ പോകുന്നതോടുകൂടി നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ എല്ലാവരുടെയും പേരെന്ത് ചെയ്യും, പ്ലസ് ടു രജിസ്റ്ററിൽ എൻ്റർ ചെയ്യും. നാളെ നിങ്ങൾ ഒഫീഷ്യലി പ്ലസ് ടു വിദ്യാർത്ഥികളായി മാറും. ചിലർക്കൊക്കെ ഓൾറെഡി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ വീഡിയോ അതൊന്നുമല്ല. നാളെ 3 മണിക്ക് വരാൻ പോകുന്ന റിസൾട്ടിനെ കുറിച്ചാണ്. ടെൻഷനുണ്ടോ? ആർക്കാ ടെൻഷൻ ഇല്ലാത്ത? ഞങ്ങളിങ്ങനെ വലിയ കിടിലെ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ ഇടും. എന്നിട്ട് നിങ്ങളോട് പറയും പേടിക്കണ മക്കളെ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങളാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ ഞങ്ങളും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ടെൻഷൻഡ് ആയിരിക്കും. എക്സാം എത്ര നന്നായി എഴുതിയാലും ഇപ്പം ഞാനാണെങ്കിലും നാളത്തെ റിസൾട്ട് എന്താകും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും അല്ലേ. ഞാൻ എഴുതിയെല്ലാം മാർക്കാവും, 1 മാർക്ക് നഷ്ടപ്പെടുന്ന ടെൻഷനൊക്കെ ഉണ്ടാവും. മിക്കവാറും ഉറക്കൊഴിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെ തന്നെയായാലും നിങ്ങൾ പേടിക്കേണ്ട. വളരെ കൂളായി നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. നാളെ സ്കൂളിൽ പോകുന്നില്ല എന്നുള്ള കടുത്ത തീരുമാനമൊന്നും നിങ്ങൾ എടുക്കേണ്ട. താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളിപ്പോഴത്തെ ഫീലിംഗ് മറ്റു കാര്യങ്ങളൊക്കെ. ഈ വീഡിയോ ഇപ്പം തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം. +1 ചാനലായിരിക്കും നിങ്ങൾ മിക്കവാറും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. +2 ചാനലിലാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. എജുപോർട്ടിൻ്റെ +2 ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്ന് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഈ വീഡിയോയിൽ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും ആദ്യം വരുന്ന വെബ്സൈറ്റ്സും അവിടെ നിങ്ങൾക്ക് പറ്റാൻ പോകുന്ന ചില അമളികളും പറഞ്ഞുതരാം. മിക്കവാറും നാളെ സംഭവിക്കുക, റിസൾട്ട് വരുന്ന സമയത്ത് ചില ആൾക്കാർ സ്കൂളിൽ പോകാൻ ചാൻസ് ഇല്ല. ഉച്ചയ്ക്ക് ലീവൊക്കെ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഉച്ചയ്ക്ക് സ്കൂൾ വിടുമെന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നാളെ സ്കൂൾ ഉച്ചയ്ക്ക് ലീവ് ഉള്ളവർ, ഉച്ചവരെ നാളെ ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാർ. +2 ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഫുൾ ഡേ ഉച്ചവരെ ക്ലാസ് തന്നിട്ട് നിങ്ങൾക്ക് വിടുന്നു തോന്നുന്നില്ല. ഫുൾ ഡേ ഉണ്ടാവും. മിക്കവാറും കുട്ടികൾ എന്ത് ചെയ്യും, ഓക്കെ ഗൂഗിളിൽ പോയിട്ട് +1 റിസൾട്ട് അടിക്കും. എല്ലാവർക്കും മിക്കവാറും ഫസ്റ്റ് കിട്ടാൻ പോകുന്ന ലിങ്ക് ഇതാണ്, kerala-results.nic.in. ഈ വെബ്സൈറ്റിൽ നിങ്ങൾ റിസൾട്ട് കിട്ടില്ല. നിങ്ങളെ +2 കുട്ടികൾക്ക് സംഭവിച്ചൊരു മിസ്റ്റേക്ക് ആയിരുന്നത്. കാരണം ഇത് പഴയ വെബ്സൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ഗൂഗിളിൽ കണ്ട എല്ലാവരും ഇവിടെ പോയി ലോഡിംഗ് പേജ് ആകാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഹെവി ട്രാഫിക് കൊണ്ട് ലോഡാവാത്ത. അല്ലാതെ ഈ വെബ്സൈറ്റ് അടിച്ചു പോയി, ഇതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല പോലും. നോക്കണ്ട. അപ്പോൾ ഈ സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടില്ല, kerala-results.nic.in. അപ്പോൾ കിട്ടുന്നത് ഏതാ? മറ്റൊരു അമളിയും കൂടി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി പല കുട്ടികളും ഡിജി ലോക്കർ ആപ്പിൽ ചെക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 10ാം ക്ലാസ്സും +2 റിസൾട്ടും ആദ്യം വന്നത് ആക്ച്വലി ഡിജി ലോക്കർ ആപ്പിലായിരുന്നു. എന്നാൽ +1 റിസൾട്ട് ഡിജി ലോക്കർ ആപ്പിൽ വരാൻ ചാൻസ് വളരെ കുറവാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 എന്ന് പറഞ്ഞാൽ ഒരു ടെർമിനൽ എക്സാം അല്ല. അതായത് നിങ്ങൾ സ്കൂളിനോട് ഇവിടെ പറയുന്നില്ല, നിങ്ങൾ +2 ഒഫീഷ്യലി പോകുന്നുണ്ട്. അപ്പോൾ +1 എക്സാമിൻ്റെ റിസൾട്ട് ഇതിൽ വരാൻ ചാൻസ് കുറവാണ്. ഓൾ ഇന്ത്യ നോക്കുമ്പോൾ CBSEക്ക് +1 11th എന്തില്ല, പബ്ലിക് എക്സാം ഇല്ല. +2ൻ്റെ ആണെങ്കിലുണ്ട്. അപ്പോൾ ഇതിൽ ഡിജി ലോക്കർ ഇത് +2 പാസിംഗ് സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അതേപോലെ +1 പാസിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ പരിപാടിയൊന്നും ആക്ച്വലി ഇല്ല. അപ്പോൾ ഡിജി ലോക്കറിൽ വരാൻ സാധ്യത വളരെ കുറവാണ്. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടെന്നല്ല, വരാൻ സാധ്യതയുള്ള വെബ്സൈറ്റ് ഏതാണ്? ഇതാണ്. കലമടക്ക് സാമി. ഇതാ results.hsc.kerala.gov.in/results. ലാസ്റ്റ് സ്ലാഷ് ഇട്ടില്ലേ, ഞാൻ താഴെ പിന്നെ കേട്ടോ. ഇതിൽ കൃത്യമായി ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് 3 മണിക്ക് വരും. ഇനി 21 മണിക്കൂറുള്ളതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. ആദ്യമേ വെബ്സൈറ്റ് ലോഡ് ചെയ്ത് വെക്കുക. കാരണം ആ 3 മണിക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ കുറച്ച് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ചിലപ്പോൾ ലോഡിങ് ആയി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. ടെൻഷൻ കൂടും. ഇനി മറ്റൊന്ന്, ഒഫീഷ്യലി ഇൻഫോർമേഷൻ കിട്ടിയില്ലെങ്കിലും ഇത്തവണ +2 കുട്ടികൾക്കും പലർക്കും ഈ വെബ്സൈറ്റ് ഹാങ് ആയ സമയത്ത് പലർക്കും കിട്ടിയ വെബ്സൈറ്റ് ഇതായിരുന്നു, results.kite.kerala.gov.in. ഇതിൽ വരുന്നു ഞാൻ ഉറപ്പ് പറയുന്നില്ല. +2 റിസൾട്ട് ഇതിലുണ്ടായിരുന്നു. അധികം അറിയാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് വന്നൊരു വെബ്സൈറ്റ് ആയിരുന്നു. മറ്റൊന്ന് iExams എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിൽ മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ആപ്പ് ചെക്ക് ചെയ്ത സമയത്ത് അതിൽ +2ൻ്റെ ലിങ്ക് മാത്രമേ ഉള്ളൂ. മിക്കവാറും നാളത്തോട് +1ൻ്റെ ലിങ്കും വരും. വളരെ സിമ്പിൾ ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് iExams കേരള എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു വെബ്സൈറ്റും കൂടിയുണ്ട്, examresult.kerala.gov.in. ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയുന്നില്ല, 50-50 ആണ്. കാരണം ഇതിലിപ്പോൾ നിലവിൽ HSC റിസൾട്ട് എന്നേ ഉള്ളൂ. നാളെ നിങ്ങൾക്ക് മറ്റ് വെബ്സൈറ്റുകളൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റും ചെക്ക് ചെയ്യാം. കാരണം ആദ്യത്തെ മൊമെൻറ്റിൽ എപ്പോഴും വെബ്സൈറ്റ്സ് എന്താവും ഹാങ് ആവാറുണ്ട്. സോ മാക്സിമം റേഞ്ചുള്ള സ്ഥലത്തൊക്കെ പോയി നിങ്ങൾ ചെക്ക് ചെയ്യാം. ഡോണ്ട് വറി. ഇനി എന്തൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. 2 കാര്യങ്ങൾ മാത്രം മതിടാം. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, എക്സാം ചെയ്ത് രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. ആ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും. ഓക്കെ, കഴിഞ്ഞ വർഷം +2 കുറേ പേര് മിസ്റ്റേക്ക് വെച്ചത് രജിസ്റ്റർ നമ്പറിൻ്റെ അടുത്ത് പോയിട്ട് 10ാം ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ +1ൻ്റെ അപ്ലിക്കേഷൻ നമ്പറൊക്കെ ഉണ്ടാവും. അതൊന്നുമല്ല, രജിസ്റ്റർ നമ്പർ. നിങ്ങൾ ഹോൾ ടിക്കറ്റിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ HSC ആണ് നിങ്ങൾ സെലക്ട് ചെയ്യാം, BHS ആണ് BHS സെലക്ട് ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരും കേട്ടോ. വന്നില്ല നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കുറച്ച് റിസൾട്ട് മാറ്റി ട്രൈ ഔട്ട് ചെയ്താൽ മതി. നാളെ ലൈവായിട്ട് നമ്മൾ ഈ റിസൾട്ടിൻ്റെ അനാലിസിസ് ഒക്കെ നമ്മുടെ എജുപോർട്ട് ചാനൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ലൈവിൽ വരിക. നമുക്ക് അടിച്ചു പൊളിച്ച് ലൈവ് നോക്കാം അല്ലേ. ലൈവിൽ നമുക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാം. അടിച്ചു പൊളിക്കാനൊന്നും ഉണ്ടാവോ? പൊട്ടുവോ? ഇല്ലടാ, ഡോണ്ട് വറി കേട്ടോ. +1ൽ തോൽവിയൊന്നുമില്ല, ഡോണ്ട് വറി. അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഓൾ ദ ബെസ്റ്റ്.